പാകിസ്ഥാന്റെ ഭരണകൂട കേന്ദ്രവും അതീവ സുരക്ഷാ മേഖലയുമായി ഇസ്ലാമാബാദിനെ നടുക്കിക്കൊണ്ട് വീണ്ടും ഭീകരാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഷെഖ്സാദ് ടൗണിലെ തർലായ് ഇംബാബർഗയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ നടന്ന ചാവേർ സ്ഫോടനം രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയത്തെ വീണ്ടും വിളിച്ചോതുന്നു. 15 പേരുടെ മരണത്തിനിടയാക്കി ഈ ദാരുണ സംഭവം കേവലം ഒരു സ്ഫോടനം എന്നതിലുപരി പാകിസ്ഥാനിൽ വർദ്ധിച്ചുവരുന്ന വിഭാഗീയത സംഘർഷങ്ങളുടെയും ഭീകരവാദ വെല്ലുവിളികളുടെ ആഴം വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ ഹൃദയഭാഗമായ ഇസ്ലാമാബാദിൽ ഷിയ ആരാധനാലയത്തിന് നേരെയുണ്ടായ ആക്രമണം രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് മേഖലയിൽ ചാവേർ സ്വയം പൊട്ടിത്തെറിച്ചത്. ഈ ആക്രമണം പാകിസ്ഥാന്റെ സുരക്ഷാ ഭൂപടത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിശ്വാസികൾ ജുമാ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ സമയമാണ് ചാവേർ തിരഞ്ഞെടുത്തത്. ഇമാം ബർഗയുടെ ഉള്ളിലേക്ക് കടന്ന് പരമാവധി ആളുകളെ വധിക്കുക എന്നതായിരുന്നു ഭീകരന്റെ ലക്ഷ്യം. എന്നാൽ കവാടത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജാഗ്രത വലിയൊരു കൂട്ടക്കൊല ഒഴിവാക്കി. പ്രവേശന കവാടത്തിൽ വെച്ച് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ ചാവേറിനെ തടഞ്ഞതോടെ ഇയാൾ ഹാളിലേക്ക് കടക്കാൻ കഴിയാതെ കവാടത്തിൽ വെച്ച് തന്നെ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ സ്ഫോടനത്തിൽ അവിടെ പ്രവേശന കവാടം പൂർണ്ണമായും തകർന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ജനൽ ചില്ലുകൾ തകരുകയും പരിസരമാകെ പുകയും രക്തവും കൊണ്ട് നിറയുകയും ചെയ്തു. 15 പേർ തൽക്ഷണം കൊല്ലപ്പെടുകയും 80ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഇസ്ലാമാബാദ് പോലീസ് IG നഗരത്തിൽ ഉടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. പരിക്കേറ്റവരെ ഉടൻ തന്നെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പോളിക്ലിനിക് ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് മാറ്റി. ആശുപത്രികളിൽ രക്തത്തിന്റെ ദൗർലഭ്യം അനുഭവപ്പെട്ടതോടെ സന്നദ്ധ പ്രവർത്തകരും യുവാക്കളും രക്തദാനത്തിനായി മുന്നോട്ട് വന്നു. PIMS ആശുപത്രിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഭരണകൂടം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഇസ്ലാമാബാദിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ ഭീകരാക്രമണമാണിത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമാബാദ് കോടതി സമുച്ചയത്തിന് സമീപം നടന്ന ചാവേർ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും താമസിക്കുന്ന തലസ്ഥാന നഗരിയിൽ ഭീകരർക്ക് ഇത്ര എളുപ്പത്തിൽ കടന്നുകയറാൻ സാധിക്കുന്നത് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വലിയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഷിയ ആരാധനാലയങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ പുതിയതല്ല. ദശാബ്ദങ്ങളായി തുടരുന്ന ഷിയ സുന്നി വിഭാഗീയതയെ ഭീകര സംഘടനകൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു. ലഷ്കർ-ഇ ജാംകി പോലുള്ള നിരോധിത സംഘടനകൾ പലപ്പോഴും ഇത്തരം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുണ്ട്. രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാനും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ അസ്ഥിരമായ രാഷ്ട്രമായി ചിത്രീകരിക്കാനും ഇത്തരം സ്ഫോടനങ്ങൾ കാരണമാകുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലുള്ള സായുധ ഗ്രൂപ്പുകൾ പാക് സൈന്യത്തിനെതിരെ നടത്തുന്ന യുദ്ധവും രാജ്യത്തിന്റെ സുരക്ഷാ ബഡ്ജറ്റിലെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമാണോ ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനം എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. രാജ്യം ഒരു യുദ്ധാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഭീകരവാദത്തെ തുരത്താൻ ഓപ്പറേഷൻ അസമീം, ഇസ്തിക്കാം പോലുള്ള സൈനിക നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അവ സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം സുരക്ഷ നൽകുന്നു എന്നത് സംശയകരമാണ്. ഇസ്ലാമാബാദിലെ സ്ഫോടനം പാകിസ്ഥാന്റെ വിദേശ നിക്ഷേപത്തെയും വിനോദസഞ്ചാരത്തെയും സാരമായി ബാധിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമുകൾ പാകിസ്ഥാൻ സന്ദർശിക്കാൻ മടിക്കുന്നതും വിദേശ കമ്പനികൾ പ്രവർത്തനം നിർത്തുന്നതും ഈ സുരക്ഷാ ഭീതിമുനയിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന രാജ്യത്തിന് ഇത്തരം ഒരു സുരക്ഷാ വെല്ലുവിളി താങ്ങാവുന്നതിനും അപ്പുറമാണ്. ആരാധനാലയങ്ങളിൽ നടക്കുന്ന രക്തച്ചൊരിച്ചിലെ ഐക്യരാഷ്ട്രസഭയും വിവിധ ലോകരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. നിരപരാധികളായ വിശ്വാസികളെ കൊന്നൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ കൂടുതൽ ആത്മാർത്ഥത കാണിക്കണമെന്നും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെട്ടു. ഈ സ്ഫോടനം പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ പോളിസികൾ പുനർവിചിന്തനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മിപ്പിക്കുന്നു. ഭീകരവാദത്തെ അതിന്റെ എല്ലാ രൂപങ്ങളിലും നേരിടാതെ രാജ്യത്ത് സമാധാനം പുലരില്ല. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയും പരിക്കേറ്റവരുടെ ദുരിതവും പാകിസ്ഥാൻ നേരിടുന്ന വലിയൊരു ദുരന്തത്തിന്റെ ഭാഗമാണ്. ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകാൻ ഭരണകൂടത്തിന് സാധിക്കാത്ത പക്ഷം രാജ്യം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നതിലും സംശയമില്ല.